friends, this is Nandana and welcome back to our channel Made by Nandana. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വാൾ ഡെക്കറാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുള്ളതിലും ഞാൻ മിക്കതും ചെയ്തിട്ടുള്ളത് ടേബിൾ ഡെക്കേഴ്സാണ്. അപ്പോൾ ഇന്നൊരു ക്യൂട്ട് ആൻഡ് ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു വാൾ ഡെക്കർ ചെയ്യാമെന്ന് വെച്ചു. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാനായിട്ടുള്ളത് ഇതുപോലെ ഈക്വൽ അളവിലായിട്ടുള്ള കുറച്ച് ലോങ് സ്ട്രോസ് ഉണ്ടാക്കുക. പേപ്പർ കൊണ്ട് ചെയ്താൽ മതി, എല്ലാം ഒരേ അളവിലുള്ളതാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം ഈക്വലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പലർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു A4 പേപ്പറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു A4 പേപ്പർ ഇത് ജസ്റ്റ് കേളായിട്ടുള്ളൊരു പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ഇതെടുത്തത്. ഇങ്ങനെ ഒരു A4 പേപ്പർ എടുക്കുക. ഈ A4 പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇങ്ങനെ റോൾ ചെയ്ത് പോവാണ്. ഇത് നിങ്ങൾക്ക് റോൾ ചെയ്യാൻ വല്ല പെൻസിൽ ഉണ്ടെങ്കിൽ പെൻസിൽ എടുക്കാവുന്നതാണ്. അതില്ലാത്തവർ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്കോ അല്ലെങ്കിൽ എനി പെൻസ് അല്ലെങ്കിൽ പെൻസിൽസ് എടുക്കാവുന്നതാണ്. ഞാൻ എങ്ങനെ റോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് റോൾ ചെയ്ത് പോവാണ്. അപ്പോൾ അവസാനം വരുമ്പോൾ അത് ഇൻസൈഡ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് പോവുക. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ റോൾ ചെയ്യണം. ഫുൾ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഈ ബാലൻസ് വരുന്ന പീസിൽ ഇവിടെയായിട്ട് ഗമ്മ് തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിലവിൽ തന്നെ ഞാൻ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ 6 സ്റ്റിക്സ് കാണാം. ഇതിൽ ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം പെയിൻറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 7 സ്റ്റിക്സാണ് നമുക്കിതുപോലെ ടോട്ടൽ റോൾ ചെയ്തെടുക്കാവുന്നത്. അപ്പോൾ ഈ ഒരു വാൾ ഡെക്കർ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആക്കണമെങ്കിൽ മസ്റ്റായിട്ടുള്ള സംഭവമാണ് എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഞാൻ അങ്ങനെ ക്യൂട്ട് ഐറ്റംസ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കൂടുതലും കിട്ടിയത് പിൻട്രസ്റ്റിങ്ങിൽ ഒക്കെ നോക്കുമ്പോഴേ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കിട്ടിയ സംഭവങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് ബട്ടർഫ്ലൈസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ പോർഷനിൽ വെച്ച് ഇതുപോലെ ഒന്ന് പറക്കുന്ന എഫക്റ്റ് കിട്ടാനായിട്ടൊന്ന് ബെൻഡ് ചെയ്തെടുത്ത സംഭവമാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓറഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, യെല്ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ റെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മാക്സിമം ലൈറ്റാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്, ബട്ട് വന്നപ്പോൾ റെഡ് കുറച്ച് ഡാർക്കായിപ്പോയി. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത്രയും കളേഴ്സ് സെറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ ഒക്കെ കൊള്ളായിരിക്കും, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മാക്സിമം പേസ്റ്റൽ കളേഴ്സ് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഈ പേസ്റ്റൽ കളേർഡ് ബ്രഷ് പെന്നൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ടോട്ടൽ ഉണ്ടാക്കാനായിട്ടുള്ളത് 12 എണ്ണമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എത്ര എണ്ണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 എണ്ണമാണ്. അപ്പോൾ ഇനി ഒരെണ്ണവും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കളറ് വ്യത്യാസമൊന്നേ ഉള്ളൂ, ബട്ട് ഈക്വൽ ആയിട്ടുള്ള അളവാണ്. എല്ലാം ഒരേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ബട്ടർഫ്ലൈസ് എങ്ങനെ വരച്ചതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പിൻട്രസ്റ്റാണ് എടുക്കുന്നത്. ഞാൻ മോസ്റ്റ് ടൈം ഞാൻ പിൻട്രസ്റ്റാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ ഒരുപാട് പിക്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ വന്ന് കിടക്കും. അപ്പോൾ ഇതുപോലുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഔട്ട്ലൈനും ഇതുപോലത്തെ ഔട്ട്ലൈനൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഔട്ട്ലൈൻ എടുത്തിട്ട് നോക്കി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു വരേണ്ട, അങ്ങനെ നോക്കിയിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരെണ്ണവും കൂടെ വരച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഒരെണ്ണം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ആ ഒരു ഷേപ്പിന് തന്നെ ഈക്വലായിട്ടെല്ലാം വരണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സൂക്ഷിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ എൻ്റെ ബട്ടർഫ്ലൈയുടെ ബോഡിയൊക്കെ പക്കായിട്ട് ഉള്ളിൽ ഡിസൈൻ ഇതുപോലെ കൊടുക്കാനൊക്കെ ഇച്ചിരി ടൈമും മെനക്കേടാണ്. എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈയുടെ ബോഡി ഫുള്ള് ബ്ലാക്കായിട്ട് കൊടുക്കാവുന്നതാണ്. ഫുൾ ബ്ലാക്കായിട്ട് കൊടുക്കാം. കുറച്ച് ഡാർക്കായിട്ട് തോന്നിക്കും, ബട്ട് അത് ഗുഡാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വെറുതെ പെയിൻറ്റും കളയണ്ട. അത് മാത്രമല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും, ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ ഫുൾ ബ്ലാക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കൊടുക്കുന്നത്. കാണാൻ കുറച്ച് ഭംഗി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ കൊടുത്ത് നമുക്ക് സാധാരണ നമ്മൾ നേരത്തേക്ക് വരച്ചിരുന്നില്ലേ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം.
അപ്പം ഞാൻ എടുക്കുന്നത് ഓറഞ്ചും പിന്നെ നമ്മുടെ ബ്രൗണും ആണ്. ബട്ട് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാൻ ചെയ്യണ്ടോ, യെല്ലോ ആണല്ലോ കൂടുതൽ ബ്രൈറ്റ്. ഞാൻ ഓറഞ്ച് 4 ഉണ്ടാക്കിയിട്ടുണ്ട്, റെഡ് 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യെല്ലോ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് യെല്ലോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളർ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഔട്ട്ലൈനൊക്കെ കൊടുക്കാം. ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് ഔട്ട്ലൈന് കൊടുക്കുകയാണ്. ഈ ഔട്ട്ലൈൻ തെറ്റിയാൽ മൊത്തം തെറ്റും, അതുകൊണ്ട് ബി കെയർഫുൾ. സൂക്ഷിച്ച് തന്നെ ഔട്ട്ലൈൻ കൊടുക്കുക, സ്ലോലി കൊടുക്കുകയാണ്. യെസ്. ഇനി ഞാൻ ബാക്കിയുള്ള പോർഷൻ ഫുൾ ബ്ലാക്ക് അടിക്കുകയാണ്. ഞാനിപ്പോൾ ബ്രൗൺ ആണല്ലോ അടിച്ചിട്ടുള്ളത്, കാരണം ബ്രൗൺ ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ എടുത്തത്. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 സൈഡും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഔട്ട്ലൈനൊക്കെ കൊടുത്തു. ഇനി നമുക്ക് യെല്ലോ കളർ പോർഷൻ ഫുള്ള് നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഫുള്ള് കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്ന് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ സ്ട്രോയുടെ പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സ്ട്രോ വെട്ടിയെടുത്തില്ലേ, അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ മാറ്റി വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഇതുപോലെ ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് അടിച്ചു. ഒരു സൈഡ് മാത്രം അടിച്ചാൽ മതി, വെറുതെ പെയിൻറ്റ് വേസ്റ്റ് ആകണ്ട. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനായിട്ട് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് ഫ്രണ്ട് പോർഷൻ നിൽക്കാനാണ് നമ്മൾ ഈ ബ്ലാക്ക് അടിച്ചത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിനും നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് തരാം. അപ്പോൾ ഞാനങ്ങനെ മൊത്തം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാത്തിനും ഇനി ഇതുപോലെ ഹാഫാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാത്തവർ കാണുമല്ലോ, അങ്ങനെയൊന്നും പറ്റാത്തവർക്ക് വിഷമിക്കേണ്ട. അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നല്ലതായിട്ട് ഒട്ടുന്ന സംഭവമാണല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ, അത് കുഴപ്പമില്ലാതെ പേപ്പേഴ്സൊക്കെ ഒട്ടും. അല്ലാതെ നമ്മുടെ സാൻഡ് ടൈമറൊക്കെ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്ലൂ ഗണ്ണ് മസ്റ്റാണ്. ഫെവിക്കോളൊക്കെ ആണെങ്കിൽ സാൻഡ് പുറത്ത് പോകാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. കൈ മൊത്തം അതിൻ്റെ ബ്ലാക്ക് പെയിൻ്റാണ്. പോട്ടെ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ഡെക്കോറിൻ്റെ ഷേപ്പിലാക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഷേപ്പ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 4 കമ്പുകൾ ഇങ്ങനെ വയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു മോഡൽ കാണിക്കുകയാണ്. ഇതുപോലെ 4 കമ്പുകൾ ഇങ്ങനെ വെക്കണം. ഇനി ഇതിൻ്റെ ക്രോസ് ആയിട്ട് ഇതുപോലെ 3 കമ്പുകൾ വയ്ക്കുകയാണ്. അത് കുറച്ച് സ്പേസ് മാറ്റിയിട്ട് വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, കുറച്ച് മേലോട്ട് വയ്ക്കാം. ഇങ്ങനെ 3 കമ്പ് നമ്മൾ ഇങ്ങനെ വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിലോട്ട് ഇവിടെ കാണൂലേ, ഇങ്ങനെയുള്ള ഗ്യാപ്സിലൊക്കെ നമ്മളത് ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം വരാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ അവസാനം കാണിച്ചു തരാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെയുള്ള ജോയിൻറ്റ്സ് ഇല്ലേ, ഈ ജോയിൻറ്റ് പാർട്ടിൽ നമ്മുടെ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ജോയിൻറ്റ് പാർട്സിലും ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് അതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ആയിരിക്കും അവസാന വ്യൂ കാണാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ബട്ടർഫ്ലൈസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഇതുപോലെയുള്ള കൂട്ടിമുട്ടുന്ന ഈ പോയിൻറ്റ്സിലൊക്കെ നമ്മൾ ഓരോരോ ബട്ടർഫ്ലൈസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതുകൂടെ നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ റെഡിയാവും. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം.